ആളുകൾ ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ പുളുവടിക്കണവരുണ്ട്. പടച്ച റബ്ബേ, ആളുകൾ ചിരിക്കാൻ വേണ്ടി കൂട്ടത്ത് കൂടിയാൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഓവാനത്തുമ്മയും പള്ളിയിലെ കോലായിലൊക്കെ ഉണ്ടാവും. സ്ഥിരം ജമാഅത്തിനൊക്കെ വരുന്ന കുറച്ച് ആളുകൾ ആ നിസ്കാരമൊക്കെ അവർ അടുത്ത നിസ്കാരം ആകുമ്പോഴേക്ക് കൊടുത്തു തീർക്കും. ശരിക്കും ഇറച്ചിക്കട നടത്തുമായിരിക്കും അവരിങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട്. ഇപ്പം ഇന്ന് നിസ്കരിക്കാൻ വന്നിരിക്കണേ, എന്താ അപ്പം അത് നാളെ കാണൂലട്ടോ നോക്കിക്കൊണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയും. കാരണം ഇവരെപ്പോഴും നിസ്കരിക്കണം അള്ളാന്റെ സ്വന്തം ആൾക്കാരാണ്. ശ്രദ്ധ വേണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. നാക്ക് കൊണ്ട് നമ്മൾ ചെയ്ത അമലുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വല്ല ഗീബത്തും പറയുമെങ്കിൽ എൻ്റെ ഉമ്മയെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. എന്ത് പണ്ഡിതനാ മൂപ്പരെന്ന് ചോദിക്കരുത്. ഉമ്മാനോട് ഇത്രേ ബന്ധമുള്ളൂ എന്ന് അന്വേഷിക്കാൻ നിൽക്കരുത്. അദ്ദേഹം പറയുന്നതിൻ്റെ തത്വം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ഉമ്മൻ്റെ ലിസ്റ്റിലേക്ക് ആയിക്കോട്ടെ എന്ന നല്ല വിചാരം. ആരും ഗീബത്ത് പറയില്ല എന്നാശയം.